നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് 3 മനുഷ്യജീവനുകളാണ്. വലിയ പ്രതിഷേധമാണ് നമ്മൾ വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. എന്തായാലും ഇന്ന് രാവിലെയും അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിന് വയനാട് വേദിയായി. ഈ ആക്രമണങ്ങൾക്കൊക്കെ ശേഷം ആളുകളൊക്കെ മരിച്ച ശേഷമാണ് മന്ത്രിമാർ ഈ സ്ഥലത്തേക്ക് വയനാട്ടിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് വനം മന്ത്രി അവിടേക്ക് സന്ദർശനം നടത്തുന്നില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അവസാനം ഇന്ന് വനം മന്ത്രി, അതുപോലെ റവന്യൂ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, അങ്ങനെ അവരുടെ ഒരു സംഘം, മന്ത്രിതല സംഘം ഇന്ന് വയനാട്ടിലെത്തി. അതുമായി ബന്ധപ്പെട്ട യോഗം കൂടി. അതിനൊക്കെ ശേഷം അവരുടെ തീരുമാനങ്ങൾ പറഞ്ഞു. അതിലൊരു വിചിത്രമായ തീരുമാനമുണ്ട് എന്നുള്ളതാണ് വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം. എന്തായാലും വലിയ ജനരോക്ഷത്തിനിടയിലാണ് ഇന്ന് മന്ത്രിമാർ 3 പേർ വയനാട്ടിലേക്ക് വന്നത്. പക്ഷേ ഈ വിളിച്ചു ചേർത്ത ഈ സർവകക്ഷി യോഗം UDF ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആവശ്യം ഇനി യോഗങ്ങളൊന്നുമല്ല, യോഗങ്ങൾ മാത്രം പോരാ, നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം. നമ്മളൊരു ആക്രമണം നടന്നു, ഒരാൾ മരിക്കുമ്പോൾ, വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ യോഗം ചേർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ശ്രദ്ധിക്കും, 3 ആഴ്ചക്കിടെ 3 പേരെയാണ് ആനയും മറ്റു വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുന്നത്. ഇതിന് മുമ്പുള്ള കണക്ക് മറ്റൊന്നാണ്. അതിന് മുമ്പ് കടുവയൊക്കെ പിടിച്ച് ആളുകൾ അവിടെ മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. എന്തായാലും അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് വനം മന്ത്രി അതുപോലെ മുഖ്യമന്ത്രിയൊക്കെ വയനാട്ടിലേക്ക് വരുന്നില്ല എന്നതിനെ ചൊല്ലി വലിയ രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ശരിക്കും വയനാട്ടിലെ ജനങ്ങൾ അങ്ങേയറ്റം സഹികെട്ടാണെന്ന് തോന്നുന്നു. അന്ന് ഒരു പശുവിൻ്റെ ജഡവുമൊക്കെ ജനം ഈ ഫോറസ്റ്റുകാരുടെ വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ചു. അവർ ആ മൃതദേഹവുമായി വലിയ നേരം പുൽപ്പള്ളിയിൽ പ്രതിഷേധിച്ചു. അതിന് നേരെ പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായിട്ട് പോലും അവർ പിരിഞ്ഞു പോകാതെ അങ്ങനെ കാളക്കുട്ടിയെ കെട്ടിവെച്ചിട്ട് ഒരാൾക്കൂട്ടം പ്രതിഷേധിക്കുമ്പം ശരിക്കും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ നിസ്സഹായരായി പോകുന്നുള്ളതല്ലാതെ വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് അവർ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പ്രത്യേകിച്ച് നയപരമായ തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പിലാക്കാനോ ഒന്നും സാധിക്കില്ല. വകുപ്പിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ നടപ്പാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്തങ്ങൾ അവർക്കില്ല. അപ്പോൾ ഇത് മുകളിലാണ് ചെയ്യേണ്ടത്. താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ അവിടെ തടഞ്ഞു വെക്കുകയും കാളക്കുട്ടിയുടെ ജഡം കെട്ടിവെക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ഈ പ്രതിഷേധം അതറിയാൻ സാധിക്കും. മാധ്യമങ്ങൾ അത്രയും വലിയൊരു ശ്രദ്ധ അതിന് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുള്ളതുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഈ കഴിഞ്ഞൊരു വർഷം തന്നെ എത്രയോ പേരാണ് കൊല്ലപ്പെട്ടത്, എത്രയോ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്, എത്ര ചെലവാണ് സർക്കാരിന് ഉണ്ടായത്. കൃഷിയൊക്കെ നട്ടുവെച്ചിരിക്കുന്ന വിളകളൊക്കെ നശിപ്പിക്കപ്പെടുമ്പോൾ കർഷകരുടെ എത്ര കരച്ചിലുകളാണ് ഇവിടുന്ന് പൊന്തി വന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിന് വേണ്ടുന്ന ത്വരിതമായിട്ടുള്ള പറഞ്ഞ പോലെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ജോലി കൊടുത്തൊരു ആശ്വാസം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളോടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് കാണാൻ സാധിച്ചില്ല എന്നുള്ള പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മളിത് മുമ്പും TMG തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഭവമായി ഓരോ ദിവസവും ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വിരസതയുണ്ട് എന്നതുപോലെ ആവർത്തിച്ച് ഇത്തരം അനുഭവം നേരിടുമ്പം അവരെത്രത്തോളം വിരസതയല്ല, നിരന്തരമായി അവരത് അനുഭവിക്കുന്നു, അതിൻ്റെ പങ്കപ്പാടുകൾ, ദുരിതങ്ങൾ അവരനുഭവിക്കുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാകുന്നു. അതെ, ഓരോ സംഭവങ്ങളും സത്യത്തിൽ ആ വനത്തോടെ ചേർന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രതീക്ഷകളെയാണ് കെടുത്തി കളയുന്നതെന്ന് തോന്നുന്നു. കാരണം വയനാട്ടിൽ പ്രതീക്ഷകളെ കെടുത്തുന്നുള്ളതിനപ്പുറത്ത് നിരാശയിലാകും. അവരടുത്ത ദിവസം ജീവിച്ചിരിക്കുമോ എന്നൊരു ചോദ്യം അവരെറിയുന്നുണ്ട്. ഈ വാർത്തകളിലൊക്കെ കാണാം. നമുക്ക് ഈ വളരെ രാവിലെ തന്നെ ഉണർന്ന് പല ജോലികളും ചെയ്യുന്നവരാണ് വയനാട്ടുകാർ. ഈ പശുവിനെ കറക്കുക അല്ലെങ്കിൽ പുല്ലിറക്കുക, അങ്ങനെ പല ജോലികളും വളരെ രാവിലെ ഇറങ്ങി ചെയ്ത് പതിയെ ജോലികൾ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ കണ്ടു, 9 മണിക്കൊക്കെ ശേഷമാണ് ക്ഷീരസംഘങ്ങളിലേക്കൊക്കെ ഈ പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. അതുപോലെ ആളുകൾ കൂട്ടം കൂടി, അതുപോലെ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ആരുടെയെങ്കിലും ഒരാളുടെ നേതൃത്വത്തിലായിരിക്കും. കാരണം മുതിർന്ന ഒരാളുടെ നേതൃത്വം. അതിപ്പോൾ അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നതെന്ന് ചോദിക്കും. ആ ഒരർത്ഥത്തിലല്ല അതിനെ എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും വന്യജീവികൾ എന്തോ നമ്മളെ പിന്തുടരുന്നു. ഇനി മുതിർന്ന ഒരാളിൻ്റെ സുരക്ഷിതത്വത്തിലാണ് കുട്ടികളെ. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ചുമ ഒക്കെയാണ്. അങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ പോലും കടുവ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ചിതറി ഓടുക. ഇയാളുടെ കയ്യിൽ എന്ത് ആയുധമായിരിക്കും ഉണ്ടാകുക പരമാവധി? ഇനി ആയുധം ഉണ്ടെങ്കിൽ തന്നെ കടുവ നേരെ വന്ന് മുന്നിൽ പെട്ടാൽ, ആ കടുവ രണ്ടും കൽപ്പിച്ചാണെങ്കിൽ ഇദ്ദേഹം രണ്ടും കൽപ്പിച്ചാൽ എന്ത് സാധിക്കും? എത്രമാത്രം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ പറ്റും? അതുകൊണ്ട് പ്രത്യേകിച്ച്
കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ഒരു ധൈര്യം, ഒരു വിപത്തി ധൈര്യത്തിന് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? ഈ പറഞ്ഞ പോലെ ക്ഷീരസംഘങ്ങൾക്ക് പാലളക്കാൻ പോകാതിരിക്കാൻ പറ്റുമോ? അവർക്ക് അവരുടെ കന്നുകാലികളെ വളർത്താതിരിക്കാൻ പറ്റുമോ? പുല്ലറുക്കാൻ പോകേണ്ടതില്ലേ? സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നാട്ടിലെ ഉദ്യോഗസ്ഥരില്ലേ? അതുപോലെ മറ്റ് വീടുകളിലോ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്കോ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അവർക്ക് എല്ലാ മനുഷ്യർക്കും എല്ലായിടത്തും പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ആയുധം, ഒരു തോക്കോ അല്ലെങ്കിൽ കടുവയോ അല്ലെങ്കിൽ കാട്ടാനയോ നേരിടാൻ പറ്റുന്ന, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആയുധം ഇല്ലാതെ കുറച്ച് കുട്ടികളെ നയിച്ചുകൊണ്ട് ഒരു മുതിർന്ന മനുഷ്യൻ പോയാലും എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഒരു ചോദ്യമുണ്ട്. പിന്നെ ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാൾ എന്നൊരു ധൈര്യം മാത്രം. അത് മാത്രമല്ലേ നമ്മൾ ഈ കടുവയുടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ ഉയർന്നു വന്ന ഒരു അഭിപ്രായം, എനിക്ക് തോന്നുന്നു അതിനെ തുടർന്നാണെന്ന് തോന്നുന്നു ഈ UDF-കാർ ഈ യോഗം ബഹിഷ്കരിച്ച് ബഹളമുണ്ടാക്കി പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ മന്ത്രി MP രാജേഷ് പറഞ്ഞ ഒരു അഭിപ്രായമായിട്ട് വാർത്തയിൽ വന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വനത്തോട് ചേർന്ന മേഖലകളിൽ കൂടുതലായി പശുക്കളെയും അല്ലെങ്കിൽ അതുപോലുള്ള വളർത്തു മൃഗങ്ങളെ വിതരണം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത്തരം കൃഷികളിൽ നിന്ന് ആളുകൾ പിന്മാറുക. അതാവുമ്പോൾ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ വന്ന് ഈ പുലിയോ കടുവയോ ഒന്നും ഈ വളർത്തു മൃഗങ്ങളെ കൊല്ലില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് ഒരു ചിന്ത. അത് മാത്രമല്ല, വനത്തിൻ്റെ അതിർത്തിയിൽ നിന്നും കുറച്ചുകൂടെ മാറ്റി ആണ് ഇതിനെ വളർത്തുന്നത് എങ്കിൽ വനത്തിന്റെ അതിർത്തി വിട്ട് ഇത് മുമ്പോട്ട് വരില്ലേ? ഒരു മിമിക്രി പരിപാടിയില്ലേ, മനോജ് ഗിന്നസോ മറ്റോ ആണെന്ന് തോന്നുന്നു, രാജാവിന്റെ വേഷം കിട്ടി നിൽക്കുകയാണ്. പ്രഭു രാജകൊട്ടാരത്തിൽ കള്ളം കയറി. എങ്ങനെ കയറിയത്? അവൻ ആ മതിൽ വഴിയാണ് കയറിയത്. ആ മതിൽ പൊളിച്ചു കളഞ്ഞു. ഇനി അവൻ എങ്ങനെ മതിൽ ചാടി കയറുമെന്ന് എനിക്ക് കാണണം. അതെ, എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി MP രാജേഷിന്റെ ആ പ്രതികരണം. അങ്ങനെ ഒരു വാർത്തയുണ്ട്. പക്ഷേ അതിനെ തുടർന്നാണ് UDF-കാർ ബഹളമുണ്ടാക്കി പുറത്തേക്ക് പോയതെന്നാണ് വാർത്തകളിൽ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്, അത്രത്തോളം എന്നല്ല, അത് പ്രായോഗികമേ അല്ല. കാരണം ഈ ക്ഷീരകർഷകരിൽ വലിയൊരു ശതമാനം ആളുകളും ഒക്കെ താമസിക്കുന്നത് ഈ വനാതിർത്തിയോടൊക്കെ ചേർന്നുള്ള സ്ഥലങ്ങളിലായിരിക്കും. ആയിരിക്കുമെന്നല്ല, ആണ് എന്നുള്ളതാണല്ലോ നമ്മൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പം വനത്തിൻ്റെയൊക്കെ അതിർത്തി വിട്ടും ഉള്ളിലേക്കും പുലിയോ അല്ലെങ്കിൽ കടുവയോ അതുപോലെയുള്ള ജീവികൾ വരാം. പിന്നെ ആന, അതിനൊരു ഇതുമില്ലല്ലോ, ഒരു എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഈ ഒരാൾ പറയുന്നത് ഈ ആനപ്രേമികൾക്കൊക്കെ ഈ ആനയുമായി ബന്ധപ്പെട്ട് വലിയ മുരളീധരനാണെന്ന് തോന്നുന്നു. അത് പുറത്ത് പറയുന്ന ആൾക്കാർ ശരിക്കും ആന ഒരു കാട്ടുജീവിയാണെന്നുള്ള വസ്തുതയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്. നമുക്കത് അറിയാം, നമ്മളത് അറിയാത്തതായി ഭാവിക്കുകയാണ്. ഉത്സവത്തിന് എഴുന്നള്ളിക്കാനൊക്കെ കൊണ്ടുവരുന്ന ആനയുടെ ചുറ്റിൽ നിന്ന് സെൽഫി എടുക്കുന്നവർ ആലോചിക്കുക, ഒരു നിമിഷം അതിൻ്റെ സ്വഭാവം മാറിയാൽ എടുത്ത് തുമ്പിക്കൈക്കകത്ത് ചുരുട്ടിയെടുത്ത് നിലത്തടിക്കുകയോ നിലത്തിട്ട് ചവിട്ടി അരച്ച് കളയുവോ, കുത്തി ഉയർത്തി എറിഞ്ഞു കളയുവോ ഒക്കെ ചെയ്യും. കുലുക്കി മുകളിലിരിക്കുന്ന ആളെ ഇങ്ങനെ ഒരു കുലുക്കി താഴെ ഇട്ടിട്ട് ചിലപ്പോൾ ചവിട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊരു കാട്ടുജീവിയാണ്. അതിന് പ്രത്യേകിച്ച് ദൈവികമായ ഒരു പരിവേഷവും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ വളരെ ഭ്രാന്തമായിട്ടുള്ള സങ്കല്പങ്ങളോടെ നടന്നു പോകുന്നൊരു ജീവിയാണ്. സഹീറിൻ്റെ മകൻ എന്ന കവിതയ്ക്കകത്ത് പറയുന്നതും അതാണ്. ഉത്സവത്തിന് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പെട്ടെന്ന് കൊട്ടും പെരുമ്പറമേളങ്ങളും നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, ആ ആന ചിന്തിക്കുന്നത് അതിൻ്റെ ഇണയെ പറ്റിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് മതം കൊണ്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വെടിവെച്ചതിനെ കൊല്ലുമ്പോൾ എന്താണ്, സഹ്യൻ അത് കേട്ടുവോ എന്നാണ് കവി ചോദിക്കുന്നത്. മകൻ്റെ രോദനം സഹ്യൻ, അതൊരു കാട്ടുജീവിയാണ്. അതിന് വളരെ സ്വാഭാവികമായ ചോദനകളുണ്ട്. അതിങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള വഴിയടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നും പറയുന്നത് പോലെ. അത് മാത്രമല്ല ചെയ്യാനുള്ളത്. അങ്ങനെ ശരിക്കും വന്യമൃഗങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. വന്യമൃഗങ്ങൾ ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടത് എവിടെയാണ്? അതിൻ്റെ ആവാസ വ്യവസ്ഥയിലല്ലേ അത് സംരക്ഷിക്കപ്പെടേണ്ടത്? മനുഷ്യരുടെ, അതായത് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് സംരക്ഷണമാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിരുന്നു. ശരിക്കും അതിൽ പറയുന്ന ഒരു കാര്യം, ഈ ആനയോ അല്ലെങ്കിൽ പുലിയോ കടുവയോ അങ്ങനത്തെ കാര്യങ്ങളെ ഒന്നും വേട്ടയാടുന്നതിന് വേണ്ടി മനുഷ്യൻ കാട്ടിലേക്ക് കയറരുത്, കാരണം അവിടെയാണ് ഇവ ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യർ ജീവിക്കുന്ന നാട്ടിലേക്ക് ഇറങ്ങിയാൽ അവയെ ഈ പറയുന്നത് പോലെ കെണിവെച്ച് പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് തുറന്നു വിടണോ, അതോ അങ്ങനെ വഴിതെറ്റി വന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വന്ന, പ്രത്യേകിച്ച് കടുവയൊക്കെ ആണെങ്കിൽ 10 വയസ്സിന് ശേഷം വരുന്നത് അതിൻ്റെ എന്താ പറയുക, ആ കൂട്ടത്തിൽ നിന്നത് പിന്നെ പിണങ്ങി മാറി, അല്ലെങ്കിൽ അത് അവിടുന്ന് അതിനെ പുറത്താക്കുമ്പോഴാണ്, ഒറ്റപ്പെടുമ്പോഴാണ് പുറത്തേക്ക് അത് വീണ്ടും വരാനുള്ള സാധ്യത. നമ്മൾ മുമ്പൊരു ടീം ചെയ്തതാണ്. അതായത് കൂട്ടത്തിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ടെറിട്ടോറിയൽ യുദ്ധങ്ങൾ, ഇണയെ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധം തന്നെയാണ് നടക്കുന്നത്. അതിൽ പരിക്കേറ്റ് പുറത്താകുന്ന, പിന്നെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ പിന്നെ ഇത് പുറത്ത് വന്ന് വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു. ഇത് ഈ കടുവയെ നമ്മൾ അല്ലെങ്കിൽ ഈ പുലിയെ നമ്മൾ പിടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, കാട്ടിക്കൊണ്ട് വിടുന്നു. അതെന്തായാലും ആ കൂട്ടത്തോട് ചേരാതെ വീണ്ടും എന്ത് ചെയ്യുന്നു, നാട്ടിലിറങ്ങുന്നു.
മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു, അതിലുപരി മനുഷ്യരെ ആക്രമിക്കുന്നു. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുന്ന ഒരു സംഗതി, അതായത് ഇപ്പം നടന്നു പോകുന്ന വഴിക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ ആനയ്ക്ക് പറ്റും. നടന്നിങ്ങനെ പോവുകയാണ്, അവിടെ ഒരു മതിൽ കണ്ടു, ആ മതിലിൻ്റെ അവിടെ നിന്ന് മുട്ടി പിന്നെ തുറന്നു പോകത്തില്ലല്ലോ ആന. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആന തിരിഞ്ഞു പോകാനേ പറ്റൂ. അപ്പം വഴി അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ്. ആന ആ വഴി കടന്ന് ഇങ്ങോട്ട് വരും. ഈ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അതാണ്. വന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു ഷോക്ക് ഉണ്ടാവും. ആനയ്ക്കറിയാം, ഒരിക്കൽ വന്ന് ഒരു തവണ അബദ്ധത്തിൽ വന്ന് തൊടുമ്പോൾ അതിന് ഷോക്ക് അടിക്കുകയാണെങ്കിൽ അത് പിന്നോക്കം മാറിയിട്ട് പിന്നെ അടുത്ത തവണ വീണ്ടും വരുന്ന സമയത്ത് ആന നോക്കും, തുമ്പി കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഷോക്ക് ഇല്ലെന്ന് കണ്ടാൽ മാത്രമേ ആന വരൂ. ഇനി ഷോക്ക് ഇല്ലെന്ന് കണ്ടാൽ ആന അത് പൊളിച്ച് ഈ സാധനമൊക്കെ മാറ്റി വീണ്ടും നൂണ്ട് കടന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മളെക്കാട്ടിൽ എത്രയോ ശാസ്ത്രീയമായും, നമ്മളിത് പറയുന്നത് വളരെ ലളിതമായിട്ടാണ്, നമ്മളെക്കാട്ടിൽ ശാസ്ത്രീയമായും ആഴത്തിലും അറിയാവുന്നവരാണ് കേരള സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. ശരിക്കും ഇതിൻ്റെയൊക്കെ റിസർച്ചുകൾക്കും ഗവേഷണങ്ങൾക്കും മറ്റു പഠനങ്ങൾക്കുമൊക്കെയായി സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് പലപ്പോഴും ചെലവഴിക്കുന്നത്, പല രീതിയിലുള്ള ഗവേഷണങ്ങൾക്കായി. ഈ ഡേറ്റയൊക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ശരിക്കും ക്രിയാത്മകമായി അവിടെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതും സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ അപ്പോൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടും പലപ്പോഴും സർക്കാർ ഉപേക്ഷ വിചാരിക്കുന്നത് കൊണ്ടുമാണ് ഈ 3 ആഴ്ചക്കിടയിൽ 3 മനുഷ്യജീവനുകൾ വയനാട്ടിൽ നഷ്ടമായത്. അതുകൊണ്ടാണ് വയനാട്ടുകാർ, പ്രത്യേകിച്ച് പുൽപ്പള്ളിയിലൊക്കെ ആ പ്രതിഷേധമൊക്കെ അങ്ങേയറ്റം പരിധി വിട്ടത്. വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്കൊക്കെ നേരെ വലിയ രീതിയിലാണ് അവിടെ പ്രതിഷേധം ഇരമ്പൽ കൊണ്ടത്. ഇതിൽ നിന്നൊക്കെ ആളുകൾ എങ്ങനെയാണ്, ഈ ഭരണാധികാരികൾ എന്ത് പാഠമാണ് പഠിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും സർഗാത്മകമായ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ പ്രതിപക്ഷം എന്നൊരു കൺസെപ്റ്റ്, നമ്മുടെ ഈ വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രി ഉള്ളതുപോലെ ആ വകുപ്പിനെ പ്രതിപക്ഷമായി പ്രതിപക്ഷത്തെ ഒരു വിഭാഗം പ്രത്യേകം മാറേണ്ടതുണ്ടെന്നും കൂടെ എനിക്ക് തോന്നുന്നു. വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിരന്തരമായ പ്രതിഷേധങ്ങളും, പ്രകടനമല്ല, നിരന്തരമായ പ്രതിഷേധങ്ങളും തിരുത്തലുകളുമായി പ്രതിപക്ഷത്തിന്റെ വനം വകുപ്പ്, വനം വകുപ്പ് പ്രതിപക്ഷം, വനം വകുപ്പ് പ്രതിപക്ഷം, ആഭ്യന്തര വകുപ്പ് പ്രതിപക്ഷം, അതുപോലെ എന്താണ് വ്യവസായ വകുപ്പ് പ്രതിപക്ഷം, നിയമവകുപ്പ് പ്രതിപക്ഷം, എല്ലാ വകുപ്പിനും പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഒരു സെക്ഷൻ അതിന് മാത്രമായി ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആശയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അത് നല്ലൊരു ആശയമാണ്. ഈ പേരിൽ ഒരു 10-15 പ്രതിപക്ഷ നേതാക്കന്മാരെയും അവർക്ക് ഒരു 30-35 സ്റ്റാഫുകൾ അത് വേണ്ടി വരത്തില്ല. അതില്ല ഇല്ലാന്ന് വെച്ചാൽ ഇപ്പം ആകെപ്പാടെ 41 MLA-മാരേ ഉള്ളൂ. അപ്പം അതിൽ ഈ വകുപ്പ് പ്രതിപക്ഷം അത് ലീഡ് ചെയ്യാൻ 1-2 പേര് മതി. ബാക്കി ഞാൻ പറഞ്ഞത് പുറത്താണല്ലോ പ്രതിഷേധങ്ങൾ നടക്കുന്നത്, നിയമസഭയ്ക്ക് അകത്തല്ലല്ലോ, പുറത്താണ്. മന്ത്രിമാരെ ഇടപെടുന്നത് പോലെ അല്ലല്ലോ ഇത്. ഇപ്പം 41 പേരുണ്ടെങ്കിൽ ചില വകുപ്പുകളെ നിശ്ചിതമായി നിരീക്ഷിക്കുകയും പ്രതിഷേധിക്കുകയും വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടുന്ന ആഭ്യന്തര വകുപ്പ്, വനം വകുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളുണ്ടല്ലോ. എപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന വകുപ്പുകളുടെ പ്രവർത്തനത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു വിഭാഗം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ക്രിയാത്മകമായി കാണാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാര്യം ഇതിപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ വന്യജീവി ആക്രമണം നേരിടുന്നു, കടുവ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് മനുഷ്യൻ മരിക്കുന്നു, വിള നശിക്കുന്നു. ഈ സമയത്ത് മാത്രമാണ് പ്രതിപക്ഷവും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് സ്ഥിരമായ ഒരു വനം വകുപ്പുള്ളതുപോലെ തിരുത്തലിനും ക്രിയാത്മകമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുന്നതിനും സ്ഥിരമായ വനം വകുപ്പ് പ്രതിഷേധം, ഇതാണ് പ്രതിപക്ഷം ഉണ്ടായിരിക്കട്ടെ എന്നുകൂടെ ആശിക്കുകയാണ്. പറയുമ്പോൾ ഒരു മണ്ടൻ സിദ്ധാന്തമായി തോന്നിയേക്കാം, പക്ഷേ പ്രായോഗികമാണ്. എന്തായാലും ഈ വാർത്തകൾ, നമ്മൾ ഈ വയനാട്ടിൽ ഫെൻസ് പണിയാനോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനോ ഒക്കെ അലംഭാവം കാണിക്കുന്ന സർക്കാർ എന്തായാലും ഈ MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ നിയമസഭാ സ്പീക്കർക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ടെൻഡർ ക്ഷണിച്ചു എന്ന വാർത്തയും ഈ സമയത്ത് വരുന്നുണ്ട്. 3 ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാനാണ് ടെൻഡർ നൽകിയിരിക്കുന്നത്. ഈ ത്രെഡ്മില്ല്, പിന്നെ ലെഗ് കേൾ ആൻഡ് എക്സ്റ്റൻഷൻ മെഷീൻ, കൊമേഴ്ഷ്യൽ ക്രോസ് ട്രെയിനർ മെഷീൻ. അതെ, എന്തായാലും ഈ AM ഷംസീർ, അപ്പം സ്പീക്കറുടെ ആരോഗ്യം വളരെ നല്ലതുപോലെ ഇരിക്കണം.
കാരണം നമ്മുടെ നിയമസഭയെ നിയന്ത്രിക്കുന്ന ആളാണ് ഷംസീർ. സ്വാഭാവികമായിട്ടും നമ്മളെ ഭരിക്കാൻ അദ്ദേഹത്തിന് നമ്മളൊരു ജോലി ഔദ്യോഗികമായിട്ട് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് വളരെ എന്താ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നല്ലതുപോലെ ഇരിക്കട്ടെ. പക്ഷേ അദ്ദേഹം നിയന്ത്രിക്കുന്ന സഭയിലെ MLA-മാരുടെ കീഴിൽ വരുന്ന അവരെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അവർക്ക് വോട്ട് ചെയ്യാനോ എതിർത്ത് വോട്ട് ചെയ്യാനും ഒക്കെ ഇടയായ ആളുകളുണ്ട് ഓരോരോ മണ്ഡലങ്ങളിലും. അതിൽ വയനാട് പെടുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് 3 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടുന്ന് 3 MLA-മാരുണ്ട്. ആ നാട്ടിലെ ആളുകളുടെയൊക്കെ ഫിറ്റ്നസ് എന്നല്ല അവരുടെ ലൈഫ് തന്നെ അങ്ങേയറ്റം ത്രട്ടണിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കൂടെ വരുമ്പോൾ ആളുകളുടെ രോഷം എത്ര കണ്ട് അവർ അജിറ്റേറ്റഡ് ആകും എന്നുള്ളതാണ്. രോഷത്തിന്റെ അല്ല, നിങ്ങൾ പറയുന്ന ഫിറ്റ്നസ് അദ്ദേഹം പറയുന്നതിന് തന്നെയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അവിടെ പൊരുതി നിൽക്കാൻ പറ്റുന്നവൻ അവിടെ ജീവിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ പോട്ടെ ഈ മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ചരിത്രമൊക്കെ അവിടെ കിടക്കട്ടെ. എന്തിനാണ് മാത്രമല്ല ലോകത്ത് എവിടെയും കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആ മനുഷ്യന്റെ നിലനിൽപ്പിനും സർക്കാരുകൾ വരെ പ്രോത്സാഹിപ്പിച്ചാണ് ഈ കുടിയേറ്റങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പലപ്പോഴും മറക്കുന്നു. പിന്നെ കുടിയേറ്റക്കാരുണ്ടായി, പിന്നെ കയ്യേറ്റക്കാരുണ്ടായി, അങ്ങനെയൊക്കെയുള്ള വളരെ സങ്കീർണമായ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടിയും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് തുടക്കകാലത്ത് ഇത് മൊത്തം കയ്യേറിയതാണല്ലോ. അതെ, ഫിസിക്കലി ഫിറ്റ് ആയിരുന്ന ആൾക്കാർ പോയി മിടുക്കന്മാർ കായിക ബലമുള്ളവന്മാർ വെട്ടിപ്പിടിച്ചു, പിന്നെ സമ്പത്തുള്ളവൻ വെട്ടിപ്പിടിച്ച് കൈക്കലാക്കിയതാണ്. അല്ല ജനിച്ചപ്പോൾ ആരുടെയും തലയിൽ വസ്തു ഒന്നും എഴുതി വെച്ചിട്ടില്ല. എന്തായാലും ആ മനുഷ്യരുടെ കരച്ചിൽ കണ്ടില്ല, അല്ലെങ്കിൽ അവരുടെ ദുഃഖം വയനാട് ശരിക്കും ആളുകളൊക്കെ പോകാൻ വലിയ രീതിയിൽ താല്പര്യപ്പെടുന്ന ഒരു പ്രദേശമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അവസാനം മരിച്ച് ഈ കുറുവ ദ്വീപുമായി ബന്ധപ്പെട്ട് ആ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഒരു ജോലിക്കാരൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. അവിടേക്ക് ശരിക്കും ഈ വിനോദസഞ്ചാരികളൊക്കെ പോകുമ്പോൾ അവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ഭയം ഒരുപക്ഷെ കാണും എന്ന് ഞാൻ തീർച്ചയായിട്ടും. വയനാടിന്റെ വിനോദസഞ്ചാരത്തെ ഇത് ബാധിച്ചു. വയനാട്ടിലേക്ക് ഒരുപാട് പേര് പോകുന്നതാണ്. ഒന്ന് തിരുനെല്ലിയിലെ ക്ഷേത്രമുണ്ട്, ഒത്തിരി സ്പോട്ട്, അവിടുത്തെ ജൈനക്ഷേത്രമുണ്ട്, ബത്തേരിയിലല്ലേ ജൈനക്ഷേത്രം. പിന്നെ അത് മാത്രമല്ല വെള്ളച്ചാട്ടങ്ങളുണ്ട്, വയനാട് മൊത്തം കാണാനുണ്ട്. ഒരു ദിവസം പോയിട്ട് കണ്ടിട്ട് വരാൻ തന്നെയല്ല, ഈ മല കയറി ഇറങ്ങി പോരുന്ന സമയത്ത് ഇരുവശത്ത് നിൽക്കുന്ന കാട്ടാനകളെ കാണാൻ തന്നെ ആൾക്കാർ ശ്രമിക്കാറുണ്ട്, റോഡിന്റെ വശങ്ങളിൽ. എന്തായാലും പറഞ്ഞു വന്നത് എത്ര മാത്രമേ ഉള്ളൂ. സ്പീക്കറുടെ ഫിറ്റ്നസ് എത്ര കണ്ട് പ്രാധാന്യത്തോടു കൂടിയാണോ സർക്കാർ കാണുന്നത്, അതിൻ്റെ ഒരു 100 ഇരട്ടിയെങ്കിലും പ്രാധാന്യത്തോടു കൂടി വയനാട്ടിലെ മാത്രമല്ല ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ സർക്കാർ ശ്രമിക്കും എന്ന് കരുതുന്നു. അങ്ങനെ കരുതാനും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയാനും മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലേ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. സമയം കുറച്ച് കടന്നു പോയതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പർ എടുത്ത് നിവർത്തിയത്. കുറിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കഴിഞ്ഞ വർഷത്തെ സംഭാവനകളുടെ കണക്ക്, ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പറയാൻ. ഇതിപ്പോൾ 2022-23 20,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള രേഖപ്പെടുത്തിയ കണക്കുകളാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പം അല്ലാണ്ട് ഇപ്പം അക്കൗണ്ട് വഴിയാണ് കൊടുത്തതെങ്കിലാണ് ഈ കണക്കിൽ വരിക. അല്ലാതെ ക്യാഷായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നമുക്കറിയില്ല, കൊടുത്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ കണക്കിൽ വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇതിനകത്തില്ല. എങ്കിലും പറയാനുള്ളൊരു കാര്യം വെച്ചാൽ BJPക്കും CPM-നും കോൺഗ്രസിനെ തൽക്കാലം നമുക്ക് വിടാം. കേരളത്തിലാണ് CPM-ന് കേരളത്തിൽ മാത്രമല്ല പുറത്തും കിട്ടിയിട്ടുണ്ട്, നല്ല ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ എത്ര കിട്ടിയെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇവിടെ ഇത് കണക്ക് പൈസ കൊടുത്തവരുടെ, സംഭാവന കൊടുത്തവരുടെ ഒരു കണക്ക് നോക്കുകയാണ്. കണക്കല്ല, അതിൻ്റെ ഒരു സ്വഭാവമാണ് നോക്കുന്നത്. BJPക്ക് ജുവലേഴ്സ്, കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികളെല്ലാം തന്നെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ജോസ്കോ ജ്വല്ലറി ഒരു തവണ 3 lakhs, അടുത്ത തവണ 1, അടുത്തത് വീണ്ടും 3 lakhs. മുത്തൂറ്റ് ഫിനാൻസ് 5 lakhs + 5 lakhs 10 ലക്ഷം. നിപ്പോൺ മോട്ടോർ കോർപ്പറേറ്റീവ് മറ്റേ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട 10 ലക്ഷം. കിറ്റക്സ് ഗാർമെന്റ്സ് 5 ലക്ഷം. BJPക്ക് കൊടുത്ത കണക്കാണ് പറയുന്നത്. BJPക്ക് കൊടുത്ത 5 ലക്ഷം. കിറ്റക്സ് നമ്മുടെ സാബു, അദ്ദേഹത്തിൻ്റെ 2020 മുതലാളി. കല്യാൺ ജ്വല്ലറി, ജയലക്ഷ്മി സിൽക്സ്, ഒക്കെ അങ്ങനെ എല്ലാ കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കാഷ്യൂ ഫാക്ടറികൾ വരെ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ BJPക്ക്. കുർത്തുമാത കാഷ്യൂ കമ്പനി പുത്തൂർ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് 50,000 രൂപ. അൽഫോൺസ കാഷ്യൂ 50,000 രൂപ. പ്രശാന്ത് കാഷ്യൂ 75,000 രൂപ. പിന്നെ ഈ പാറ മുതലാളിമാർ വിസ്മയ റോക്ക് കടക്കലുള്ള വിസ്മയ റോക്ക് എന്ന് പറഞ്ഞ കമ്പനി 2 ലക്ഷം രൂപ
പവർ മുതലാളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, റോക്ക് എന്ന് കണ്ടുകൊണ്ട്. കൊല്ലം റാവിസ് 10 ലക്ഷം രൂപ, രവി പിള്ള. ടി കെ സുന്ദരേശൻ 3 ലക്ഷം രൂപ. ടി കെ സുന്ദരേശൻ ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തികളാണ്, വ്യക്തികളുടെ കൂട്ടത്തിൽ വരുന്നൊരു കണക്കാണ്. ഞാൻ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം SNDPയുടെ ഒരു നേതാവാണ്, പുനലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം BJPക്ക് 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതായത് സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. പറയുന്ന കണക്കുകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അതാത് പാർട്ടികൾ കൊടുത്ത രേഖകളാണ്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾ എടുക്കാം. രവീന്ദ്ര റോക്സ് 5 ലക്ഷം രൂപ, പാറ മുതലാളിയാണ്. കിംസ് ഹെൽത്ത് 3 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് രസകരമായ ഒരു കാര്യത്തിലേക്ക് വരാം. CPMന്റെ ഇത് പറയാം, പലരും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. CPMന് നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റി 5 ലക്ഷം ഒരു തവണ കൊടുത്തിരിക്കുന്നു, 1 ലക്ഷം ഒരു തവണ, അടുത്ത 1 ലക്ഷം ഒരു തവണ, അങ്ങനെ മൊത്തം 7 ലക്ഷം കൊടുത്തതായിട്ട് കഴിഞ്ഞ വർഷം കണക്ക് കാണുന്നുണ്ട്. കണക്കിൽ പെടുന്നത് ഇതാണ്. മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് 25 ലക്ഷം ഒരു തവണ കൊടുത്തിരിക്കുന്നു, 4 ലക്ഷം ഒരു തവണ കൊടുത്തിരിക്കുന്നു. അപ്പോൾ 29 ലക്ഷം രൂപ മുത്തൂറ്റ് ഫിനാൻസ് കൊടുത്തിരിക്കുന്നു. CPM അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ മുത്തൂറ്റുകാർ കൊടുത്തിരിക്കുന്നതാണ് ഈ 29 ലക്ഷം. നമ്മുടെ കിറ്റക്സ് കമ്പനി 30 ലക്ഷം രൂപ അതെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇത് CPMനാണ് കിറ്റക്സ് 30 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത്. BJPക്കാർക്ക് ശരിക്കും കിറ്റക്സികാർ 5 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ. 284ാമതായി കിറ്റക്സ് ലിമിറ്റഡ് ചെക്ക് വഴിയാണ് ഈ 30 ലക്ഷം രൂപ CPMന് വേണ്ടിയിട്ട് സംഭാവന നൽകിയിരിക്കുന്നത്. നമ്മുടെ സാബു എം ജേക്കബ് അദ്ദേഹം സത്യത്തിൽ ഇവിടുത്തെ CPMുമായി വലിയ രീതിയിൽ പിണങ്ങി, പ്രത്യേകിച്ച് വലിയ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി തെലങ്കാനയിലേക്കൊക്കെ പോയതാണ്. അദ്ദേഹം ഇവിടുത്തെ മന്ത്രിമാരെയും ഒക്കെ വലിയ ബഹളമുണ്ടാക്കി പോയതാണ്. CPMനെ അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, CPMനും കോൺഗ്രസിനും BJPക്കും ഒക്കെ ബദലായി 2020 എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി സ്വന്തമായി മത്സരിച്ച് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഈ ചുറ്റുമുള്ള പല പഞ്ചായത്തുകളിലും ഒക്കെ മത്സരിച്ച് ആ പഞ്ചായത്തുകളിലൊക്കെ ഭരണത്തിലും അവർ വന്നിട്ടുണ്ട് എന്നുള്ള കിഴക്കമ്പലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 2020 എന്ന് ഓർമ്മ വരും. അങ്ങനെയുള്ള സാബു എം ജേക്കബ് 30 ലക്ഷം രൂപയാണ് CPMന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുക്കും, കാരണം അദ്ദേഹം ഒരു വ്യവസായിയാണ്, അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വലിയ വരുമാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു 30 ലക്ഷം രൂപ CPMന് കൊടുത്തു, 5 ലക്ഷം രൂപ BJPക്ക് കൊടുത്തു. അതിൽ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, നിയമപരമായി യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ ഓൺലൈനായിട്ട് വളരെ വൈറ്റായിട്ട് ഓൺലൈനായിട്ട് നടന്നിരിക്കുന്നത് കൂടിയാണ്. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം, സാബു എം ജേക്കബ് ഈ പൊതു മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ എത്ര വലിയ രീതിയിലാണ് CPMനെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് കുന്നത്തുനാട് MLA ആയിരിക്കുന്ന ശ്രീനിജനെ, PV ശ്രീനിജനെയൊക്കെ വിമർശിക്കുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വളരെ നല്ല തങ്കപ്പെട്ട മനസ്സാണ്. 30 ലക്ഷം രൂപയാണ് അദ്ദേഹം CPMന് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്നത് എന്നത് പ്രേക്ഷകരുടെ അറിവിലേക്കായി ഞങ്ങൾ ചുമ്മാ പറയും. ഈ ബിസിനസ്സുകാർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്തുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ പാർട്ടിയെ തിരുത്തണം, വിമർശിക്കണം എന്നൊക്കെ പാർട്ടിക്കകത്ത് ചില സൈദ്ധാന്തികർ പണ്ടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പാർട്ടി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആയി മാറി എന്നൊരു ആരോപണമാണ്, സ്ഥാപനവത്കരിക്കപ്പെട്ടു എന്നൊരു ആരോപണവും ഒരു വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. പക്ഷെ അത് പറയുന്നവരെയൊക്കെ CPM ഈ പറഞ്ഞ പോലെ പുളിവാറിലുണ്ട് ചന്തിക്കടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, എന്നതുപോലെ അവരെ തിരുത്താറുണ്ട്. പറയുന്നവരെ CPM ഒറ്റക്കെട്ടായി തിരുത്താറുണ്ട്. എങ്കിൽ പോലും സ്ഥാപനവത്കരിക്കപ്പെട്ട ഒരു സംവിധാനത്തിന് മറ്റൊരു വ്യവസായി അദ്ദേഹം ഒരു സ്ഥാപനവത്കരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് 2020 എന്ന് പറയുന്നത്. അത് ഒരു പാർട്ടി പോലെ ഒരു ബിസിനസ് പ്രസ്ഥാനം പോലെ കൊണ്ടു നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു തുകയാണോ എന്ന് എൻ്റെ പഴമനസ്സ് ശങ്കിക്കുകയാണ്. എന്തായാലും ഈ സംഭാവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട്. ടിറ്റോ വല്ലതും കൊടുത്തോ? ഇല്ല, ഞാനൊന്നും കൊടുത്തില്ല. കാഷ്യൂ ഫാക്ടറി മുതലാളിമാർ 50,000 രൂപ കൊടുത്തിരിക്കുന്നു. ഒത്തിരി വ്യക്തികൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയട്ടെ, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയാൽ ഈ വിവരങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ പരിചയത്തിലൊക്കെ ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. ഇത് നമ്മുടെ ഈ 2-3 പാർട്ടികളുടെ മാത്രമല്ല, എല്ലാ ഒരു സംശയം കൂടെ എനിക്ക് ചോദിക്കാനുള്ള, എന്തിനായിരിക്കും ഈ മുത്തൂറ്റ് ഫിനാൻസ് ഈ 29 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത്? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഈ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയമാണ് നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ CPMന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് മുത്തൂറ്റ് ആട്ടെ, CPM വളരണമെന്ന് മുത്തൂറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, കിറ്റക്സ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. CPM മാത്രമല്ല, BJP വളരണമെന്ന് ഇവിടുത്തെ സ്വർണ്ണ കടക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല.
നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും ഒരു പഴം നിങ്ങൾക്ക് ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് വളർത്തുക, വളവിട്ട് വളർത്തുക. ജനം വേറെയാണല്ലോ. അതെ, എന്തായാലും ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് അറിയാനെങ്കിലും പറ്റും. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒന്നും കാര്യത്തിൽ നമുക്ക് യാതൊരു അറിവ് പോലും ഇല്ല, അതൊക്കെ എന്താണ് എങ്ങനെയാണോ എന്നൊക്കെയുള്ള. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇലക്ട്രൽ ബോണ്ടിന്റെ ഈ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതിന് പിന്നാലെ അടുത്തിടയ്ക്ക് നടന്നൊരു ക്ഷേത്രത്തിൽ നടന്നൊരു പരിപാടി നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ഈ കുചേലൻ കൃഷ്ണന് അവില് കൊണ്ട് കൊടുത്ത് ഇന്നത്തെ കാലത്താണെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് അഴിമതിയായിരിക്കും. ഇത് ഉത്തരേന്ത്യയിലൊക്കെ ആയതുകൊണ്ട് നിന്ന് പറയാം. ഇവിടെ ആണെങ്കിൽ ഒരു പക്ഷേ സംഖ്യകൾ പോലും അതിനെ അംഗീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അത്രത്തോളം ചേരാത്തൊരു ഉപമയാണത്. കുചേലൻ അവില് കൊണ്ട് കൊടുക്കുക അല്ല, അവില് എന്താണ് തിന്നാൻ കൊണ്ട് കൊടുത്ത പോലെ അല്ലല്ലോ. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കോർപ്പറേറ്റുകളിൽ നിന്ന് കണക്കില്ലാത്ത കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങുന്നത് അവർക്ക് പകരം ചിലത് ചെയ്തു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണ സംഘങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു സുതാര്യമായ സംവിധാനമല്ല എന്ന നിലപാടോടെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്. അതിനെയൊന്നും എത്ര വൈറ്റ് വാഷ് ചെയ്താലും, നരേന്ദ്രമോദിക്ക് തന്നെ വൈറ്റ് വാഷ് ചെയ്താലും ബുദ്ധിയുള്ളവർ അംഗീകരിക്കില്ല, ബോധമുള്ളവർ അംഗീകരിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും എന്താ പറയുന്നത്, സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്നാണ് കുറച്ചുപേരുടെ. അതെ, എന്തായാലും സംഭാവനകൾ കൂമ്പാരമാകട്ടെ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് വളരെ ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.